അങ്ങോട്ട് വരുവാ. എനിക്ക് എനിക്ക് നമ്മുടെ കിങ്സിലെ രാജൻ സാറിന്റെ വീട് വരെ ഒന്ന് പോകണം. രാജൻ സാറിനെ വത്സമാമ ഒന്ന് കാണണം. അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനേ ഒരു അഭിമുഖം എടുക്കണം. അതിനായിട്ട് ഞാൻ എന്തായാലും കൊട്ടാരക്കര വരുന്നുണ്ടല്ലോ, ഞാൻ എന്തായാലും അങ്ങോട്ട് വരികയാണ്. നമ്മൾ അമേരിക്ക വെച്ച് പ്ലാൻ ചെയ്തതാണ്, ഓർമ്മയുണ്ടോ? മധുവിന്റെ വീട്ടിൽ പോയപ്പോഴേ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരിക. ഓക്കെ. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ കിങ്സ് കോളേജിന്റെ ഉടമയും കിങ്സ് കോളേജിൽ നടത്തിയിരുന്ന രാജൻ സാറിനെയും വത്സമ ടീച്ചറിനെയും കാണാനാണ്. രാജൻ സാറിനെയും വത്സമ ടീച്ചറിനെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തണ്ട. കൊട്ടാരക്കരയുടെ ഹൃദയം കവർന്ന മാതൃക അധ്യാപകരാണ്, മാതൃക വിദ്യാലയമാണ്. ഒരു പാരൽ കോളേജ് എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്നതാണ്. പാരൽ കോളേജും ട്യൂഷൻ സെൻ്ററും കമ്പ്യൂട്ടർ സെൻ്ററും ഇപ്പോൾ ITA വരെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തി നമുക്ക് മാതൃകയായി. ഒരു മാതൃക ദമ്പതികൾ, മാതൃക അധ്യാപക ദമ്പതികൾ ആയിരുന്നു വത്സമ ടീച്ചറും രാജൻ സാറും. അവരുടെ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45 വർഷങ്ങൾക്കപ്പുറം ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന രണ്ടുപേരെയും കണ്ട് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥികൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട. നമ്മുടെ കിങ്സിലെ രാജൻ സാറും വത്സമ ടീച്ചറുമാണ്. രാജൻ സാറിനെയും വത്സമ ടീച്ചറിനെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അയൽവാസികളല്ലല്ലോ. അതിലുപരി ലോകത്ത് എമ്പാടും ഒട്ടേറെ ശിക്ഷാഗണങ്ങളുള്ള ഒരു ഗുരുവാണ്. ഒരുപാട് പേർക്ക് അറിവ് പകർന്ന് നൽകിയിട്ടുള്ള ഒരു മാതൃക അധ്യാപകൻ. കിങ്സിൽ പഠിക്കാത്ത കൊട്ടാരക്കരക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ചുരുക്കമേ കാണും. അങ്ങനെയാണ്. ഞാൻ പലയിടത്ത് ചെല്ലുമ്പോഴും എനിക്ക് സാറിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് എനിക്കൊരു അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സാറിൻ്റെ വീടും. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കാണിയൊക്കെ ചെയ്യുന്ന സാറ്, ഞാൻ അന്നും ഇന്നും കാണുമ്പോൾ ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് സാറ് ധരിക്കുന്നത്. സാറിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാണ് കിങ്സിൽ പോകുന്നത്, തിരിച്ചു വരുന്നതും. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിയൊക്കെ കഴിയുമ്പോൾ നടന്നു വരും. വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ കുശലം ചോദിക്കും, പറയും. പിന്നെ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറ് എപ്പോഴും ഗൗരവക്കാരനായിരിക്കും. പക്ഷെ ആ ഒരു ഗൗരവക്കാരനാണെങ്കിലും മനസ്സിൽ വളരെ എന്താ പറയുന്നത്, ഒരു വളരെ വളരെ വിശാലമായ ഒരു മനസ്സാണ്. എനിക്കറിയാം, ഞാനെന്നോടെ ട്യൂഷന് ഫീസ് കൊടുക്കാതെ പഠിച്ചത്. എൻ്റെ നിന്ന് ട്യൂഷൻ ഫീസ് മേടിച്ചിട്ടില്ല. ഞാൻ അമേരിക്ക ചെന്നപ്പം മധുവിനോട് സംസാരിച്ചപ്പം മധു പറഞ്ഞത്, ഫീസ് മേടിക്കേണ്ടവരുടെയും ചോദിക്കേണ്ടവരുടെയും പിന്നെ മേടിക്കേണ്ടാത്തവരെ 3 തരം കാറ്റഗറിയിലാണ് ഫീസിനെ സംബന്ധിച്ച് ഫീസ് പിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നത്. അത് ശരിയാ. അങ്ങനെ സാറിൻ്റെ ഫീസ് ഇല്ലാതെ, സാറ് ഫീസ് മേടിക്കാതെ എത്രയോ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടുന്ന് പാരൽ കോളേജിലായാലും ട്യൂഷൻ ആയാലും ലാബിലായാലും പിന്നെ കമ്പ്യൂട്ടർ കോഴ്സിനായാലും ITA ഇപ്പോഴും ITA ഉണ്ട്, ഇപ്പോഴും കമ്പ്യൂട്ടർ കോളേജും ഉണ്ട് അല്ലേ, കമ്പ്യൂട്ടർ കോഴ്സും ഉണ്ട്. ഇതിപ്പോഴും നല്ല രീതിയിൽ നടന്നു പോകുന്നു. കിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് ഓർമ്മ വരുന്നത് നമ്മുടെ പുലവൻ ജംഗ്ഷനിൽ നിന്ന് പുലവൻ തോടിനോട് ചേർന്നുള്ള ആ കെട്ടിടങ്ങളും അവിടുത്തെ ക്ലാസ്സുകളും വളരെ രസമായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ രസമായിരുന്നു അവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ സാറ് 45 വർഷം അല്ലേ അമ്മ പറഞ്ഞ? എത്ര? 45 വർഷം. സാർ അതിൽ കൂടുതലായി. അപ്പൊ അത്രയും വർഷത്തെ അധ്യാപനം. ആദ്യം എവിടുന്നാ സാറ് തുടങ്ങുന്നത്? തുടക്കം എവിടെയാ? ഇതോടെ ചേർക്കണം, ഈ പറയുന്ന ബെന്നിയോട് തന്നെ തുടർന്ന് പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്.
ആ. അന്ന് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളെ പഠിക്കാവുന്നതിന്റെ മാക്സിമം പഠിച്ചു, അത്രേ ഉള്ളൂ. കാരണം ഞാൻ പറയാൻ കാരണം ബെന്നി നന്നായിട്ട് എഴുതുമായിരുന്നു. ആ. അപ്പോൾ ആ എഴുതുന്ന കൂട്ടത്തില് ഇത് കുറെ കൂടെ വിദ്യാഭ്യാസം കൂടെ ആണെങ്കിൽ അത് നമുക്ക് കൊട്ടാരക്കരയ്ക്ക് എൻ്റെ ഒരു നേട്ടമായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. സാറിന്റെ തുടക്കം എവിടെയാ? സാർ ആദ്യം പഠിപ്പിക്കാൻ പോയത് എവിടെയാ? ഞാൻ അല്ല ആദ്യം പഠിപ്പിക്കാൻ പോയത് കൊട്ടാരക്കര കോളേജിലാണ് ആദ്യം പഠിപ്പിക്കാൻ. സെന്റ് ഗിരിഗോസ് കോളേജില് ആ ഫസ്റ്റ് 64 65 65 കോളേജിൽ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ആ ആ അന്ന് ഈ MSc-ക്കാരെ കിട്ടത്തില്ലായിരുന്നു. ആ ആ അപ്പം ആ സമയത്ത് കോശേശൻ പറഞ്ഞു നീ അവിടെ പോയി പഠിപ്പിക്കുക. ഉം. അങ്ങനെ ഞാൻ അവിടെ പഠിപ്പിച്ചു. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനി അത് അവിടെ നിന്നാലും അവിടെ വേക്കൻസി ഇല്ലാതായി. അത് അവിടെ ഡിഗ്രിക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനി അത് MSc-ക്ക് പോയാൽ മതി എന്നത്. അങ്ങനെ അങ്ങനെ MSc പഠിക്കാൻ പോയി. MSc-ക്ക് പഠിക്കാൻ പോയി. ആ, 66 68 66 68 ആ MSc-ക്ക് എവിടെ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അല്ലല്ല, സാഗർ യൂണിവേഴ്സിറ്റി MSc ഫസ്റ്റ് റാങ്കാണ്. ഓ ഓ അത് ശരി. ആ ആ ആ 1968 ഓ ശരി. അവിടെ 68 റാങ്ക് ഹോൾഡർ ആണ്. ആ ആ, അവിടെ സാഗർ യൂണിവേഴ്സിറ്റിയിലെ ഉം. ഓഫീസിന്റെ മുമ്പിൽ എൻ്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. ഓ അത് ശരി. ഞാനത് കണ്ടില്ല. അതിനുശേഷം വന്ന കുട്ടികൾ, അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ എന്നെ അറിയിച്ചു ആ, അങ്ങനെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പേരും പ്രശസ്തിയും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ പാരൽ കോളേജ് നടത്തി. എന്താ ഈ പാരൽ കോളേജിലേക്കും ട്യൂഷൻ സമ്പ്രദായത്തിലേക്കും ഒക്കെ സാറ് തിരിഞ്ഞ എന്താ? സാറിന് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള അന്നത്തെ 68 റാങ്ക് ഹോൾഡറൊക്കെ ആയപ്പോൾ ഒരുപാട് വലിയ സ്ഥാനങ്ങളിലൊക്കെ ഉദ്യോഗത്തിലൊക്കെ സാറിന് വേണമെങ്കിൽ അന്ന് കിട്ടുമായിരുന്നു. അത് പിന്നെ അന്നത്തെ കാലത്തൊക്കെ കോളേജിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. ആ. അവർ പൈസ ഇല്ലാതെ ആരേ എടുക്കത്തില്ല. അങ്ങനെ ഇന്നും അങ്ങനെയല്ല. ഏ ഇന്നും സ്ഥിതി മാറ്റമില്ലല്ലോ. മാറ്റമില്ല, ഇന്നും അങ്ങനെ തന്നെ. നമ്മുടെ പാരൽ കോളേജിൽ ട്യൂഷൻ എല്ലാമായിട്ട് ആ. ഒരു 12,000 പിള്ളേർ. പിന്നെ അവരെ നമ്മൾ ഓരോ ബാച്ചിലും 12,000 പിള്ളേർ ആണ്. അവരെ പിന്നെ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര കോളേജിനേക്കാളും കുട്ടികൾ ഒരു പക്ഷേ തേർഡ് ഗ്രൂപ്പിനും ഫോർത്ത് ഗ്രൂപ്പിനും അതുപോലെ ആർട്സ് ഗ്രൂപ്പിനും ഒക്കെ നമ്മുടെ കിങ്സിലായിരുന്നു കൂടുതൽ. കോളേജിൽ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളല്ല വരും. അതിൽ കൂടുതൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ പാരൽ കോളേജിൽ അതിൽ കൂടുതൽ വരും. ക്ലാസ് വിടുമ്പം കോട്ടപ്പുറം പള്ളിയുടെ അവിടുന്ന് ആ. ബസ് സ്റ്റാൻഡ് വരെയും പിള്ളേരുണ്ട്. അതെ അതെ അതൊരു വലിയൊരു. അപ്പം സാറ് ഒരുപാട് എനിക്ക് തോന്നുന്നു വലിയ ഉയർന്ന ജോലിയിൽ ഉദ്യോഗത്തിൽ വേണമെങ്കിൽ പോകാമായിരുന്നു, ഇരിക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. വേണ്ടെന്ന് അതിന് വെച്ചാൽ പ്രത്യേകിച്ച കാരണം വല്ലതും? അത് പറയാൻ പറ്റില്ല. കാരണം ഇനി അത് കോളേജിലേക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. ആ. അത് വയ്യാന്ന് വിചാരിച്ചു. അതാ യഥാർത്ഥ പ്രശ്നം. പിന്നെ മറ്റേത് കളഞ്ഞു വെച്ച് എനിക്ക് പോകാൻ മറ്റടുത്ത് വേറെത്തോട്ട് പോകാനുള്ളൊരു മനസ്സും ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കൽ വത്സരടുത്ത് ചോദിച്ചു, ഇത് നോക്കിക്കൊള്ളാമെങ്കിൽ എന്നെ കോളേജിൽ ജോറിയച്ചപ്പം വിളിച്ചു ചെല്ലാൻ വരാൻ അങ്ങോട്ട്. അപ്പോൾ ഞാൻ വത്സരടുത്ത് ചോദിച്ചു, ഇത് നോക്കിക്കൊള്ളാമെന്ന്. പറ്റത്തേലൊക്കെ പറഞ്ഞു നിലവിളിച്ചു. എന്നും എന്നും സാറിന്റെ നിഴലിൽ മാത്രം നിൽക്കുന്ന മത്സരമാണിക്ക് സാറില്ലാതെ അവിടെ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുപോലത്തെ വലിയ പിള്ളേരല്ലേ അതെ, പിന്നെ അതുകൊണ്ട് പോയില്ല. ഒരു ഷെഡിന് വരെ തീയിട്ട പിള്ളേർ. അതെ അതെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കറിയാം. പിന്നെ പഠനകാലത്ത് നിങ്ങൾ അടുത്തടുത്ത കോളേജുകളിലാണോ പഠിച്ചത്? എങ്ങനെയാ? ഇല്ല, 2 സാറ് അവിടെ പഠിച്ചത് ഏത് വർഷമായിരുന്നു? ഞാൻ പഠിച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മത്സ അവിടെ വരുന്നത്. ഞാൻ 69 71 പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ, ഇവാനിസ് കോളേജിൽ. ഞാൻ അവിടെ പഠിപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ ചെന്നു. അപ്പൊ അവിടെ പ്രേമിക്കുന്ന കഥാപാത്രങ്ങളല്ല. കണ്ടുമുട്ടിയിരുന്നെങ്കിൽ പ്രേമിച്ചാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രേമേ ഉള്ളായിരുന്നു. അറിയില്ല, അല്ല, സത്യമായിട്ട് പറയണ്ടേ. സത്യമല്ലേ പറയണ്ടേ, വഴക്കില്ലെന്നേ ഉള്ളൂ. കോളേജിലെ ഒരു
പിന്നെ എപ്പോഴും പുറത്ത് കാണുമ്പോൾ സാറൊരു എന്താ ഒരു ഗാംഭീര്യമാണ്. മുഖത്ത് ഒരു അതില് കുട്ടികളോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ അധ്യാപകൻ കുട്ടികളോട് കാണി അതുപോലെയൊക്കെ തന്നെയാണോ വീട്ടിൽ? ഓ അല്ല. അല്ല, വീട്ടിൽ വളരെ സരസനാണ്, പിന്നെ തമാശയൊക്കെ പറയും, പിള്ളേരോട് ഫ്രീ അല്ലേ? ഫ്രീ ആണ്. പിള്ളേരോട് ആ, അതെന്നോട് മധുവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഇതിനിടയ്ക്ക് എന്താ വേണേലും പറയാം. പറയാം. പക്ഷെ അത് ട്യൂട്ടോറിയൽ അവിടെ വരുമ്പോൾ, കോളേജിൽ വരുമ്പോൾ അത് കാണിക്കത്തില്ല. ക്ലാസ്സിക്കാരന്മാർ വല്ലതും നുള്ളും. ആ നുള്ളൊക്കെ ഞാൻ ഒത്തിരി നുള്ളു മേടിച്ചിട്ടുണ്ട്. ഒരു ചൂരല് കയ്യിലുണ്ടെങ്കിലും നുള്ളുമായിരുന്നു. പിന്നെ എഴുതുന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അറസ്റ്റ് അടിക്ക് പോകണമെന്ന്. ഓർമ്മയുണ്ടോ? അതെ 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 അതെ. സാറിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, സാറ് ഭയങ്കര വായനയാണ്. ഞാനിപ്പോൾ വന്നപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പുസ്തകം പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത് ഗുഡ് നൈറ്റ് മോഹന്റെ മോഹനം 3-ാം പതിപ്പ്. ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി. സാർ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ വന്നപ്പോൾ കണ്ണാടിയില്ലായിരുന്നു. സാറിന് കണ്ണാടി യൂസ് ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? കണ്ണാടി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ സാറിനോടൊരു കാര്യം ഞാൻ ചോദിച്ചത്, സാർ അമേരിക്ക പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലെന്നാ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അമേരിക്ക പോയില്ല? അമേരിക്കയിൽ ഒത്തിരി മക്കളൊക്കെ ഉള്ളപ്പോൾ മിക്ക മാതാപിതാക്കളും പോകാറുണ്ട്. അവിടെയൊക്കെ പോയി ഒന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. സാറത് പോയില്ല. എന്നോട് പറഞ്ഞ ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്കയിൽ സാറ് പോയില്ലെങ്കിലും അമേരിക്കയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ ഒരുപക്ഷെ സാറിന് അറിയാമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം സാറ് വായിക്കുന്നുണ്ട്. സാറിന് വായനയിലൂടെയാണ് അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്കൊന്ന് അമേരിക്ക താമസിക്കുന്നവരും അമേരിക്കയുടെ എല്ലാം വിസയൊക്കെ ഉണ്ട്. മനപ്പുറം പോകാഞ്ഞതാണ്. പക്ഷെ അവർക്കൊരാഗ്രഹമല്ലേ ചെല്ലണമെന്ന്. അല്ല, മധുവല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയവരെ എല്ലാരും പോയി. അവര് നേരത്തെ അങ്ങ് ഫയൽ ചെയ്ത്. അപ്പോൾ എന്തായാലും സാറ് ആകെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, താജ്മഹലൊക്കെ കണ്ടതാണ്. താജ്മഹൽ. അത് എനിക്ക് മറ്റൊരു അത്ഭുതം തോന്നിയത്, താജ്മഹലിന് ചോർച്ച ഉണ്ടായിരുന്നു, 1 മാസം മുമ്പ് ചോർച്ച ഉണ്ടായിരുന്നു സാറ് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം. ഞാൻ കേട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ അത് വായിച്ച് അറിഞ്ഞതാണ്. അതാണ് ഈ യഥാസമയങ്ങളിൽ അന്നേരമുള്ള അപ്ഡേറ്റ്സ് സാറിന് കിട്ടുന്നുണ്ട് വായനയിലൂടെ. ഇപ്പം പത്രം വന്നു കഴിഞ്ഞാൽ പത്രം മുഴുവൻ കുത്തിയിരുന്ന് വായിക്കും. എല്ലാം ഉണ്ട്. ദേശാഭിമാനിയുണ്ട്, മതഭൂമിയുണ്ട്, മനോരമയുണ്ട്, എല്ലാ പത്രങ്ങളും വായിക്കും. അപ്പം ദേശാഭിമാനിയൊക്കെ അവർ ഫ്രീ ആയിട്ട് ഇരുത്താം. ശരി. പിന്നെ സാറ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. സാറ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, ഫ്രീ ആയിട്ട് തരാൻ. അല്ല, അങ്ങനല്ല, അവര് തരും. MT വാസുദേവൻ നായർക്ക് എല്ലാ പത്രങ്ങളും കൊടുക്കും. അങ്ങനെ എന്നെ കരുതെന്ന് വിചാരിക്കാം. എനിക്ക് തന്നതാ. എന്തായാലും അത് ഇപ്പൊ ദേശാഭിമാനി വായിച്ചിട്ട് മനോരമ വായിക്കുകയും മാതൃഭൂമി വായിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം സാറിന് മനസ്സിലായിട്ടുണ്ടല്ലോ. വായിച്ചിട്ട് വേണ്ടേ അത് അവിടെ മടങ്ങി ഇപ്പൊ എടുത്ത് നോക്ക്. പത്രങ്ങളൊന്നും വായിക്കാറില്ല. അല്ല, ഈ പാർട്ടി പത്രമൊന്നും ഞാൻ വായിക്കത്തില്ല. മനോരമ മാത്രമേ വായിക്കത്തുള്ളൂ. മനോരമയും ഈ ഇംഗ്ലീഷ് പത്രത്തിനകത്ത് എനിക്കൊരു പങ്ക്തിയുണ്ട്, സൊഡോക്യൂ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട്. പിന്നെ മെയിനായിട്ടുള്ള ഹെഡിങ്ങുകൾ വായിക്കും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. കുറേ വൊക്കാബുലറി കിട്ടും. അത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട്. അതിന് ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് കണക്കും ഇംഗ്ലീഷും ആണല്ലോ സാറ്. ഇംഗ്ലീഷ് സംസാരിക്കാനേ ഞാനത് നല്ലോണം സംസാരിക്കും. പിന്നീട് പറയാൻ ഞാൻ നല്ലപോലെ പഠിക്കുകയും എഴുതുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ നിങ്ങളോടുകൂടെ ഞാൻ പറയുകയാണ്, ഈ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ദിവസം വായിക്കണം. അവരുടെ ഒത്തിരി യൂട്യൂബിനകത്ത് ഒത്തിരി വീഡിയോ ഉണ്ട്. മതമാര് ഷോപ്പിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം അവിടെ ചെല്ലുമ്പോൾ ലാംഗ്വേജ് മനസ്സിലാവും. അതുപോലെ എഴുതുന്നതിന്റെ കാര്യം, എഴുതിയില്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റത്തില്ല. നോട്ട്ബുക്ക് തീരുമ്പോൾ വീണ്ടും വായിക്കും. ഇന്ന് 5 നോട്ട്ബുക്ക് 200 പേജ് 5 നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുള്ളവരാണ് ഇവിടുത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എഴുതണം.